Okay, so these are the equations for velocity of water in the suction pipe and velocity of water in the delivery pipe. Moving forward, just getting the equation for acceleration. Now, how will you get the acceleration of water in the suction pipe? See, suction pipe and acceleration equation കിട്ടിയല്ലോ. If you simply change the suffixes, then you will directly, you can write down the equation for acceleration of water in the suction delivery pipe also. So acceleration of water, a second. Acceleration of water through the suction pipe. I'm just denoting it as AS. So now AS can found out by PVS by VT. ചില ടെക്സ്റ്റ് ബുക്കിൽ വി എസ് എന്നാവും, ചില ടെക്സ്റ്റ് ബുക്കിൽ സ്മോൾ വി ആയിരിക്കും. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ, സോറി വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സിലിണ്ടർ, ആ രീതിയിലും ഉണ്ടാവും. സോ ഇത് ഇഫ് യു ഡിഫറൻഷിയേറ്റ് വാട്ട് വിൽ യു ഒബ്റ്റെയിൻ? ഇത് കിട്ടുക A by AS multiplied by R constant ആണ് ഇവിടെ ഉണ്ടാവും. Omega multiplied by sin omega t omega omega square cos omega t. This will be the equation for acceleration. This is equation number, equation number 1, 2, 3 ആണെങ്കിൽ equation number 4 ഉണ്ടാവും. If this is equation for acceleration in the delivery, sorry, suction pipe, and acceleration of water to the delivery pipe, A by AD, just change the suffix omega square cos omega t. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ, ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഈ ഒമേഗനെ നമുക്ക് തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒമേഗനെ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്താൽ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തീറ്റ 0 to തീറ്റ 180 ഡിഗ്രി, അതാണ് സക്ഷൻ സ്ട്രോക്ക്. സോ തീറ്റ 0 തീറ്റ 180 ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു സക്ഷൻ സ്ട്രോക്ക്, ആക്സലറേഷൻ വാട്ടർ ത്രൂ ദ സക്ഷൻ പൈപ്പ് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബി മാക്സിമം അല്ലേ? മാക്സിമം അല്ലേ? theta is equal to 0, theta is equal to 180 degree. AS changes to AS max. ഹലോ സാർ, കേൾക്കുന്നില്ല.
ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? ഇടയ്ക്ക് നെറ്റ് കട്ടായതാ. കാണുന്നില്ലേ ഇപ്പൊ? Yes, sir. ഓക്കെ, സോ തീറ്റ 180 ആണെങ്കിൽ ദിസ് വിൽ ബി നെഗറ്റീവ്. AS മാക്സിന് ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഇഫ് ദീസ് ആർ ദ കണ്ടീഷൻസ്, ഇതൊക്കെ റിലേറ്റഡ് ടു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇതേ സെയിം വേരിയേഷൻ ആയിരിക്കും ഇഫ് യു അപ്ലൈ. സി ഡെലിവറി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ തീറ്റ ഈസിക്കൽ ടു 180 സ്റ്റാർട്ട് ചെയ്തിട്ട് 270 360 ആണ്. അതൊന്നെങ്കിൽ തീറ്റ ഈസിക്കൽ ടു 180, തീറ്റ ഈസിക്കൽ 270, തീറ്റ ഈസിക്കൽ ടു 360 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ തീറ്റ ഈസിക്കൽ 0, 90, 180 സെയിമിന് കൊടുക്കാം, ബട്ട് ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ റിവേഴ്സ് ആവുന്ന മാത്രമേ ഉള്ളൂ. അത് ഇനിവേ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് മെത്തേഡിൽ യു ഫീൽ കംഫർട്ടബിൾ യു ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് വൺ. Now, since we have established that there is a component of acceleration in the water flowing through the suction pipe and delivery pipe, acceleration ഉള്ളതുകൊണ്ട് തന്നെ always see the amount of liquid will definitely have a mass. ഇതിന് definite mass ഉണ്ടാവില്ല, mass ഉള്ള ബോഡി ആയിരിക്കും ഈ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So since it is having a mass and now it is exhibiting, we have established that there is an exhibition of acceleration with respect to the flowing water. അവിടെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ഫോഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? Yes, sir. ഓക്കെ, അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഇനേർഷ്യ ഫോഴ്സും കൂടി ഡെവലപ്പ് ആവുമല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. Yes, sir. ആവില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻസ് നോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യൂസിങ് ദി ഓൾഡ് ഡിഎൽഎംബേർട്സ് പ്രിൻസിപ്പിൾ ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഡിഎൽഎംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? സം ഓഫ് ആക്സിലറേറ്റിംഗ് ഫോഴ്സസ് ആൻഡ് ഇനേർഷ്യ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു ma എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് കിട്ടുന്നത് ഫ്രം ഡിഎൽഎംബേർട്സ് പ്രിൻസിപ്പിൾ ആണ്. ന്യൂട്ടൺസ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡിഫറെന്റ് ഒരു സെന്റൻസ് ഡിഫറെന്റ് ആണ്, ബട്ട് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തിയത് യൂസിങ്, അല്ലെങ്കിൽ ഫ്രം ദ ന്യൂട്ടൺ സെക്കൻഡ് ലോയില് എഫക്ട് ചെറിയ വേരിയേഷൻ കൊടുത്തിട്ട് ഡിഎൽഎംബേർട്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ആ ഇക്വേഷൻ. സോ വി ക്യാൻ റൈറ്റ് അബൌട്ട് ദി ഇനേർഷ്യ ഡ്യൂ ടു ദി ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ഇൻ ദ സക്ഷൻ പൈപ്പ്. നമുക്ക് സക്ഷൻ ഡെലിവറി രണ്ടും രണ്ട് രീതിയിൽ എഴുതാം, സഫിക്സസ് മാത്രം മാറ്റാം. സോ let this be the force due to acceleration in suction pipe. Acceleration of fluid in the suction pipe. This is mass of fluid in the suction pipe multiplied by acceleration of fluid in the suction pipe. Due to losses, mass suction pipe mass delivery pipe different ആയിരിക്കും. ഒരേ വോളിയം ആയിരിക്കില്ല, വോളിയത്തിൽ മാസിന് ചേഞ്ച് ഉണ്ടാവും അല്ലേ? മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൻസിറ്റി multiplied by volume into AS. Density multiplied volume എന്ന് പറഞ്ഞാൽ എന്താ? Rho into volume എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? Area into length അല്ലെ? Area of cross section of the pipe into length, അതാണ് volume. So this will be AS multiplied by, ഇവിടെയാണ് small ls, length of suction pipe, into acceleration of water through the suction pipe. Acceleration of water through the suction pipe നമ്മൾ നോക്കിയിട്ടുണ്ട്. A by S multiplied by R omega square cos omega t. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? Yes, sir. This is accelerating force or inertia force due to the acceleration of fluid through the suction pipe. നേരത്തെ ഇക്വേഷൻ നമ്പർ 5 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 6. നേരത്തെ കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ നമ്പർ ഇടുക കേട്ടോ. So again we have now understood that due to the acceleration component within the flowing liquid in the suction pipe, there is a development of an inertial force. So this inertial force will have definitely an impact
onto the surfaces of the pipe and the cylinder. പൈപ്പിനെ പറ്റി നമ്മൾ നോക്കും. So definitely these inertia forces will have an impact. ആ impact എന്ന് പറഞ്ഞാൽ will be due to the pressure developed. അല്ലെ, പ്രഷർ ഡെവലപ്ഡ് കൊണ്ടാണ് നമുക്ക് ഇമ്പാക്ട് ഉണ്ടാവുക. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രഷർ ഇന്റൻസിറ്റി. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോകണം. നമ്മൾ ഈ ഫോഴ്സിൽ എത്തിയത് ഈ ആക്സിലറേഷൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ആക്സിലറേഷനിലേക്ക് എത്തിയത് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം. അത് എന്തിനാണ്? വെലോസിറ്റി ഓഫ് സക്ഷൻ അല്ലെ, വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോ ത്രൂ ദ സക്ഷൻ ആണ്. സി, ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യാം. ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച ക്രോണോളജിക്കൽ ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പിസ്റ്റൺ കണ്ടുപിടിച്ചു. ഇറ്റ് ലെഡ് ടു ദ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. ഇതേ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് സെയിം ആസ് വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ ദ സിലിണ്ടർ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സക്ഷൻ പൈപ്പ് കണ്ടുപിടിച്ചു. ഇതിന്റെ കൂടെ തന്നെ ഡെലിവറി കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്തെത്തി? ആക്സിലറേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ സക്ഷൻ പൈപ്പ് കണ്ടുപിടിച്ചു. ആക്സിലറേഷന്റെ ഡെലിവറി പൈപ്പ് കണ്ടുപിടിച്ചു. ഈ ആക്സിലറേഷനിൽ നിന്നാണ് നമ്മൾ എവിടെ എത്തിയിരിക്കും? FAS എത്തിയത്. ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ആക്സിലറേഷൻ ഇൻ ദ സക്ഷൻ പൈപ്പ്. ഇതിൽ AS എന്നുള്ള S സഫിക്സ് മാറ്റിയാൽ നമുക്ക് FADയും എഴുതാം. ഇവിടെ നമ്മൾ ഇനി എന്ത് പോകും? ഇനി നമുക്ക് പ്രഷർ ഇന്റൻസിറ്റി. പ്രഷർ ഇന്റൻസിറ്റി ഡ്യൂ ടു ദ ആക്സിലറേറ്റിംഗ് ഫ്ലൂയിഡ് ഇൻ ദ സക്ഷൻ പൈപ്പ്, PAS. പ്രഷർ ഇന്റൻസിറ്റിയിലേക്ക് എത്താം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഹലോ ഹലോ Sir. So if you are to calculate the pressure intensity calculate ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? pressure intensity generated by the inertial force. ഈ inertial force ഉണ്ടാകുന്ന ഒന്നാണ് pressure intensity. So let me symbolize it as PAS. സക്ഷൻ പൈപ്പിനെ പറ്റി പറയുന്നത് S എന്നുള്ള സഫിക്സ് മാറ്റി D ഇട്ടാൽ അതൊക്കെ corresponds to delivery time. This is equal to this force divided by area of suction pipe. Force by area. Suction pipe ആണ്. So ഈ term divided by AS ചെയ്താൽ ഈ AS അങ്ങ് ക്യാൻസൽ ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. ഈ AS ക്യാൻസൽ ആയി പോകും. So remaining എന്തായിരിക്കും? Remaining will be rho multiplied by LS multiplied by A by AS into R omega square cos omega T. This is equation number 7. സെയിം ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് എന്താ പറയാ? നമുക്ക് FADU എഴുതാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് PATU എഴുതാൻ പറ്റും. Just change the suffixes. Due to this pressure intensity, and due to the generation of a particular amount of pressure in the suction pipe, there will be definitely what? A head developed. അവിടെ ഒരു ഹെഡ് ഡെവലപ്പ് ചെയ്യല്ലോ. ആ ഹെഡ് ഡെവലപ്പിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തേണ്ട എവിടെയാണ്? ഇൻഡിക്കേറ്റർ ഡയഗ്രാംസിന്റെ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തണം. So that head developed due to ഇതൊക്കെ സംഭവിച്ചത് എന്താ? ഓൺലി ഡ്യൂ ടു ദി ആക്സിലറേഷൻ. സക്ഷൻ പൈപ്പിൽ ഫ്ലൂയിഡിന് ഒരു ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു. സോ നൗ ദി ഹെഡ് ഡെവലപ്പ് ഡ്യൂ ടു ദ ആക്സിലറേറ്റിംഗ് ഫ്ലൂയിഡ് ഇൻ ദ സക്ഷൻ പൈപ്പ്, HAS. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് പ്രഷർ ഇന്റൻസിറ്റി PAS ഡിവൈഡഡ് ബൈ ρg.
സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടേം ഡിവൈഡ് ബൈ റോ ജി എഴുതിയാൽ മതി. റോ ജി ചെയ്യുമ്പോൾ ഈ റോം ക്യാൻസൽ ആവും. This whole term divided by rho g എന്ന് പറഞ്ഞാൽ ഈ റോ ക്യാൻസൽ ആവും. Remaining will be ls divided by g multiplied by a by as into r omega square cos omega t. ക്ലിയർ ആണോ ഇതെല്ലാം? ഈ റോ ജി എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഡെൻസിറ്റി ആണ്. റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി, റോ മൾട്ടിപ്ലൈഡ് ബൈ ജി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്. Is it clear? Yes, sir. So this is what ഇതെന്താണ് ഈ ടേം എന്താണ്? HAS പറഞ്ഞ ബേസിക്കലി എന്താണ്? The pressure head due to acceleration of water in the suction pipe. HAS ഇങ്ങനെയാണെങ്കിൽ we can write about what? HAD also. ടേം മാറ്റിയാൽ മതി. LD divided by G multiplied by A by AB into R omega square cos omega t. നിങ്ങൾ ഈ സെക്ഷൻ എഴുതുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ഓരോ ഇക്വേഷനും നേരത്തെ എഴുതിയ എല്ലാത്തിനും, പ്രഷർ ഇന്റൻസിറ്റിക്കും ഫോഴ്സിനും ആക്സിലറേഷൻ എല്ലാത്തിനും കറസ്പോണ്ടിങ് ഡെലിവറി പൈപ്പിന്റെ ടേമും കൂടി എഴുതണം. ക്ലിയർ? Sir. Sir. എഗെയിൻ ഒന്നും കൂടി ആലോചിക്കുക. ഒമേഗ ടീൻ്റെ നമുക്ക് തീറ്റാന്ന് എഴുതാം അല്ലെ? ഇതെല്ലാം തീറ്റാന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വേരിയേഷൻ. ഈ പ്രഷർ ഹെഡിന്റെ വേരിയേഷൻ ഇതാണ് നമ്മളുടെ ആവശ്യം. ബിക്കോസ് ഇൻഡിക്കേറ്റഡ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രഷർ ഹെഡ് വേഴ്സസ് സ്ട്രോക്ക് ലെങ്ത് ആണ്. സോ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്തിന്റെ തുടക്കം ഉണ്ടാവും, അവസാനം ഉണ്ടാവും. സ്റ്റാർട്ടിങ് ഓഫ് സ്ട്രോക്ക് ഉണ്ടാവും, എൻഡ് ഓഫ് സ്ട്രോക്ക് ഉണ്ടാവും. സോ അതാണ് നമ്മളെ കൺസേൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതാണ്. So now theta is equal to 0 degree, theta is equal to 90 degree, theta is equal to 180 degree. ഇതുവരെ എങ്ങനെ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവുക? theta is equal to 0 degree എന്ന് പറഞ്ഞാൽ what happens to HA? അത് HAS ആയാലും HAE ആയാലും രണ്ടും കണക്കാണ്. ഞാനിപ്പോ what will happen to HAS? ഇന്ന് സംഭവിക്കാം തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ HAS മാക്സിമം ആവുക അല്ലേ? കാരണം കോസ് 0 വരും. തീറ്റ ഈക്വൽ ടു 90 വരുമ്പോൾ എന്താവും? There won't be any pressure head due to the acceleration. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി വരുമ്പോൾ എന്താ? Again HAS മാക്സിമം വാല്യൂ തന്നെയായിരിക്കും, but with a negative sign. അല്ലേ? Yes, sir. സോ ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഈ കോസ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയിലിടാമോ മാക്സിമം LS by G. അതായത് ഈ HAS മാക്സിമം പറഞ്ഞാൽ എന്താണ്? LS by G multiplied by A divided by AS R omega square. ഇതന്നെ HAS എഴുതാം, HAD എന്ന് എഴുതാം. HAD ആണെങ്കിൽ ഇവിടെ LD by G എന്ന് വരും, ഡിവൈഡ് മൾട്ടിപ്ലൈഡ് ബൈ A by AD എന്ന് വരും. മാക്സിമം വാല്യൂ സെയിം. അണ്ടർസ്റ്റുഡ് ആണോ ഇത്രയും? Yes, sir.
ഇതൊക്കെ ഡെവലപ്ഡ് ഹെഡ് ആണ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ലിക്വിഡ് ത്രൂ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ്. ആ ആക്സിലറേഷൻ ഉണ്ടായത് എങ്ങനെയായിരുന്നു? വെലോസിറ്റി വേരി ചെയ്തത് കൊണ്ട്. ആ വെലോസിറ്റിയിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയായിരുന്നു? ഫ്രം ഫൈൻഡിങ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് വാട്ടർ ഇൻ ദ സിലിണ്ടർ. അവിടത്തേക്ക് എത്തിയത് ഈ ഡിസ്പ്ലേസ്മെന്റ് എക്സിന്റെ ഒരു ഇക്വേഷൻ, ഗവേണിംഗ് ഇക്വേഷൻ എഴുതി മുതലാണ് നമ്മൾ അവിടത്തേക്ക് എത്തിയത്. ഡ്യൂ ടു ദിസ് വേരിയേഷൻ ഇൻ വെലോസിറ്റി എന്തും കൂടി സംഭവിക്കും? എഫക്റ്റ് ഇൻ ഫ്രിക്ഷൻ കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. ഈ വെലോസിറ്റി ആക്സലറേഷൻ ഈ ചേഞ്ചസ് വരുന്നുണ്ട്, ഫ്രിക്ഷനിലും കൂടി ചെറിയ ഡിഫറൻസസ് വരും. എങ്ങനെയാ ഡിഫറൻസ് വരുമെന്ന് പറഞ്ഞാല് ഇത് നോട്ട് ചെയ്തിട്ടില്ലേ? യെസ് സർ. ഒരു സെക്കൻഡ്. ഇവരുടെ ആവശ്യമില്ല. ഇത് നിങ്ങൾ വരച്ചിട്ടില്ലേ? ഇത് വരച്ചിട്ടില്ലേ? യെസ് സർ. നമുക്ക് ഓൾറെഡി നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറിയാം. എന്തായാലും എ ഇൻറ്റു ബി ഷുഡ് ബി ഈക്വൽ ടു എസ് ബി എസ് ഇൻറ്റു എ ഡി ബി. സോ ഇതിൽ നിന്ന് വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ സെക്ഷൻ പൈപ്പ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ ബൈ എ എസ് മൾട്ടിപ്ലൈഡ് ബൈ ബി. This was expanded as a by as multiplied by v എന്തായിരുന്നു? r omega sin omega t അല്ലെങ്കിൽ sin theta. That was the equation. Now, ഈ ഫ്ലോ ത്രൂ പൈപ്സ് നിങ്ങൾ പണ്ട് മുതലേ പഠിക്കുമ്പോൾ we have the famous Darcy's equation അല്ലേ? ഒരു Darcy's equation ഉണ്ട്. നമ്മളത് മുന്നേ ടർബൈൻസിന്റെ കേസിൽ നോക്കിയതാണ്. The head loss due to friction അത് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു അത്? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഓർമ്മയുണ്ടോ ഇക്വേഷൻ എന്താണെന്നുള്ളത്? 4f(L)(v)² divided by 2g(d). ഓർമ്മയുണ്ടോ? ഹിയർ എഫ് എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, എൽ എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് പൈപ്പ് ആണ്, ബി എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്, ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ ഓഫ് പൈപ്പ്. ഇത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡാർസീസ് കോഎഫിഷ്യന്റ് എന്നും പറയും ഈ എഫിന്. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ് സർ. ഓർമ്മയുണ്ടോ? ഇത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതിന് ഇക്വേഷനിൽ എഴുതും. അവിടെ എഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് അല്ലെങ്കിൽ ഡാർസീസ് കോഎഫിഷ്യന്റ്, L length of pipe, B velocity of water flowing through the pipe, D is diameter of the pipe, G എന്ന് പറഞ്ഞാൽ acceleration to gravity. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. നമുക്ക് we have a velocity value for suction pipe. So correspondingly നമുക്ക് HFS എന്നുള്ളത് head loss due to friction in the suction pipe. അതെന്തായിരിക്കും? 4 into F into LS dx² divided by 2d. Then dx diameter of suction pipe is equal to 4f LS divided by 2d multiplied by b² എന്ന് പറഞ്ഞാൽ a by as multiplied by r omega sin omega t whole square. അല്ലേ?
ഇതിലെ ഇക്വേഷൻ വരുവാ? ഇക്വേഷൻ മനസ്സിലാവുന്നുണ്ടോ? Yes, sir. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? You can write the equation for HFD1. അതെന്താണ് നിങ്ങൾക്ക് എഴുതാം? Just change the suffix S to D. You can write directly the equation related to delivery also. Now, see, sin omega t നമുക്ക് theta ആയിട്ട് എഴുതാം. So now what happens? The change, like the way with respect to theta, okay, will be what? Parabolic function. കാരണം ഇവിടെ തീറ്റ സ്ക്വയർ വരുന്നുണ്ട്. അതായത് സി ബേസിക്കലി നമുക്ക് വേണ്ടത് ഈ വേരിയേഷൻ സ്ട്രോക്ക് ലെങ്ത് ആണ്. സ്ട്രോക്ക് ലെങ്ത് നമ്മൾ L ആണ്. എല്ലിന്റെ ഒരു പാർട്ടായിരുന്നു എക്സ്. ആ ഫിഗറിൽ എക്സ് എല്ലിൽ നമ്മുടെ ടോട്ടൽ സ്ട്രോക്ക് ലെങ്ത് ആണ്. അതിന്റെ ഒരു പോർഷൻ ആയിരുന്നു എക്സ്. എക്സിന്റെ റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു സൈൻ തീറ്റ നമുക്കറിയാം. എക്സിന്റെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു സൈൻ തീറ്റ അറിയാം. സോ ഇന്റേൺ ഇവിടെയുണ്ട് സൈൻ തീറ്റ സ്ക്വയർ ആണ് വരുന്നത്. സോ ഇന്റേൺ ഇതിനെയും നമുക്ക് എന്തായിട്ട് റിലേറ്റ് ചെയ്യാം? HFS ആയിട്ട് റിലേറ്റ് ചെയ്യാം. HFS with respect to this relation, the variation of HFS shown with respect to the sin theta value is same as what? The variation of HFS with respect to the stroke length L. So, ഇവിടെ relation പറഞ്ഞാൽ parabolic relation. ആണ് സ്ക്വയർ വരുന്നത്. തീറ്റ സ്ക്വയർ ആണ്, sin theta സ്ക്വയർ ആണ്. So, it will be a parabolic relation. That means at the start of the stroke, that means theta 0 ആകുമ്പോൾ what happens? HFS അല്ലെങ്കിൽ HFD എന്തായി മാറും? Will also be 0. അല്ലേ? But at the middle of the stroke, right, theta 90 ആണെങ്കിൽ what will happen? HFS will turn to its maximum value. കാരണം ഇത് 1 ആയി മാറും. So remaining will be A by AS into R omega. ഇതിന് സ്ക്വയർ വരും. And again at the end of the stroke, theta is equal to 180 ആണെങ്കിൽ what will happen? HFS will again become 0. So that's a parabolic relation. മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ Yes, sir. Yes, sir. ആ റിലേഷൻ വെറുതെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ തീറ്റ ഈക്വൽ ടു 0, ഇത് തീറ്റ ഈക്വൽ ടു 90, തീറ്റ ഈക്വൽ ടു 180 ഇങ്ങനെ പ്ലോട്ട് ചെയ്താൽ സക്ഷൻ സ്ട്രോക്കിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. സക്ഷൻ സ്ട്രോക്ക് റിലേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇത് മാക്സിമം ആയിരിക്കും. will be HFS. Similar way നമുക്ക് HFD പ്ലോട്ട് ചെയ്യാൻ പറ്റും. Now what is HF എന്ന് പറഞ്ഞാൽ head loss due to friction ആണ്. HFS എന്ന് പറഞ്ഞാൽ it is again a loss ആണ്. So these friction losses are basically friction losses in the suction and delivery pipes are really a wastage. കാരണം ഗ്രാഫ് ഇങ്ങനെയല്ലേ വരുന്നത്. That means the area within the curve related to all such kinds of graph എന്താണ് വർക്ക്ഡ് എന്നാണ്. ഇത്രയും ഏരിയ ലോസ് ആണെന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ the pump will have to do additional work. കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും പമ്പ്. So definitely these head losses are a major wastage with respect to the working of a reciprocating pump. മനസ്സിലാവുന്നുണ്ടോ? ഈ കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. So these were the relations for velocities, അതും velocity of suction delivery pipes, accelerations, suction delivery, അതിൽ നിന്ന് ഡെവലപ്പ് ആകുന്ന ഫോഴ്സ്, ഇനേർഷ്യൽ ഫോഴ്സ്, ആ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഇന്റൻസിറ്റി, ആ പ്രഷർ അവിടെ ഡെവലപ്പ് ആകുന്നതുകൊണ്ടുണ്ടാകുന്ന pressure head in suction and delivery, and due to the development of pressure heads
അല്ലെങ്കിൽ ആ വേരിയേഷൻ ഓഫ് പ്രഷർ ഹെഡ്സ് വിത്ത് റെസ്പെക്ട് ടു crank angle theta. പിന്നെ the general effect on friction due to the variation of velocities. Velocity in suction, velocity in delivery pipe, അതിൽ വരുന്ന വേരിയേഷൻ കൊണ്ട് ഫ്രിക്ഷനിൽ ഉണ്ടാകുന്ന എഫക്ട്. ആ ഫ്രിക്ഷനിൽ എഫക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ആ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷന്റെ എഫക്ട് ആണ് ഈ റിലേഷനിലൂടെ കാണിച്ചത്. ഈസ് ദിസ് ക്ലിയർ? Yes, sir. ഈ കൺസെപ്റ്റുകളെല്ലാം വളരെ സിമ്പിൾ ആണ്. ഇതിലെ സിമ്പിൾ ഡെറിവേഷൻ മാത്രമാണ്. ആ ഫിഗറും സാധാരണ ഡിഫറൻസിയേഷൻ അറിയെങ്കിൽ നമുക്ക് ഈ റിലേഷൻ എല്ലാം സിമ്പിൾ ആയിട്ട് എടുക്കാം. ഇതിൽ ജോമെട്രിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് പോലും ഇല്ല. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് ആർ കോസ് തീറ്റ നേടുന്നത് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കംപ്ലീറ്റ് റിലേഷൻ. You have understood all these things. Let us just get into this is very important with respect to reciprocating pumps. Indicator diagrams എന്താണെന്നുള്ള ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഡയഗ്രംസ് റിലേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട്. So this is really important with respect to reciprocating pumps. എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രഷർ ഹെഡും ഒരു സ്ട്രോക്ക് ലെങ്തും തമ്മിലുള്ള പ്ലോട്ടാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം. We discuss about ideal indicator diagram. എന്നിട്ട് ആക്ച്വൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലേക്ക് പോവാം. ഞാൻ ആ പ്ലോട്ട് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ജസ്റ്റ് റെക്ടാങ്കിൾ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഇതൊന്ന് നോട്ട് ചെയ്തു. സി ഇതിൽ കാണിക്കുന്നത് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രഷർ ഹെഡ്, ആബ്സിസ എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്. ദാറ്റ് ഈസ് വൈ ആക്സിസ് പ്രഷർ ഹെഡ്, എക്സ് ആക്സിസ് സ്ട്രോക്ക് ലെങ്ത്.
you have to show this rectangle A, B, C, D. This is suction stroke A to B, D to C delivery stroke. അതായത് നമ്മൾ സാധാരണ പോലെ സിലിണ്ടർ ഇങ്ങനെ വരച്ചാൽ എവിടെയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങോട്ടേക്ക് സക്ഷനും അവിടെ ഇങ്ങോട്ടേക്ക് ഡെലിവറി. അതാണ് ഈ കാണിച്ചത്. ഇതാണ് രണ്ട് എൻഡ് സിലിണ്ടർ. സോ A to B, C to D. അതിന് ഇവിടെ ഒരു മീഡിയൻ ലൈൻ ഉണ്ട്. ദിസ് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് ലൈൻ. അറ്റ്മോസ്ഫിയറിക് ഹെഡിന്റെ ലൈനാണ്. എന്താണെന്നുള്ളത് അതിൽ എക്സ്പ്ലെയിൻ. That is always that can be equated generally to 10.3 meters of water. If the flowing liquid water ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 10.3 meters of water ആണ് ഈ അറ്റ്മോസ്ഫിയറിക് ലൈനിന്റെ ലെങ്ത് ഇൻ ജനറൽ. സോ ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ എ ബി എന്നുള്ള ലൈൻ കാണിക്കുന്നത്. ഈ ഒരു ഹൈറ്റിൽ അവിടുന്ന് ഈ അറ്റ്മോസ്ഫിയറിക് ലൈൻ വരെ സക്ഷൻ ഹെഡ്. From this line up to the delivery line DC, it is delivery head. This length A to B, അതായത് താഴെ ഞാൻ കാണിച്ച ജസ്റ്റ് സിലിണ്ടറിന്റെ സ്കീമാറ്റിക് റിപ്രസെന്റേഷൻ ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള ഈ ലെങ്ത് ആണ് സ്ട്രോക്ക് ലൈൻ, ടോട്ടൽ സ്ട്രോക്ക് ലൈൻ. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്താൽ ഇത് തന്നെയാണ് ടോട്ടൽ സ്ട്രോക്ക് ലൈൻ. ഈ അവർ 11:20 വരെയാ. Yes, sir. ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്യാം. ഇൻഡിക്കേറ്റർ